നമസ്കാരം. ഹരിയാന ഹരിയാന ജമ്മു കാശ്മീർ ഇലക്ഷൻ, നമുക്ക് ഇലക്ഷൻ അപ്ഡേറ്റ്സിലേക്ക് ഒന്നുകൂടെ പോകാം. ഹരിയാനയിലെ ബി ജെ പി കോട്ടകളിൽ, ബി ജെ പിയുടെ മുൻപ് ഉണ്ടായിരുന്ന ബി ജെ പി കോട്ടകൾക്ക് ഒരു ഇളക്കവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. എന്നാൽ കാശ്മീരിൽ കോൺഗ്രസ് കൈവീശിയിട്ടുണ്ട്. കോൺഗ്രസ് ഇന്ത്യ മുന്നണി സഖ്യം അവർ ഭരണത്തിലേക്ക് വരികയാണ്. ഹരിയാനയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ബി ജെ പിയുടെ മുന്നേറ്റം, അവർ ബി ജെ പി സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ഹരിയാനയിലെ വിജയം ഈ ഒരു മത്സരം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് പറയുകയുണ്ടായി. ഹരിയാനയിൽ നഗരമേഖലകളിലാണ് ബി ജെ പി കൂടുതലും മുന്നേറിയത്. എന്നാൽ ഇന്ന് ഈ വോട്ടെണ്ണൽ ദിനത്തിലെ ആദ്യ മണിക്കൂറുകളിൽ കോൺഗ്രസ് സമഗ്രമായൊരു ആധിപത്യമാണ് കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നത്. പിന്നീട് ആണ് അത് വീഴ്ചയായി സംഭവിച്ചത്. ഏതായാലും കോൺഗ്രസിന് ഹരിയാനയിലെ കോൺഗ്രസിൻ്റെ പല നേതാക്കൾക്കും ഇപ്പോഴും തങ്ങൾ തിരികെ വരും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. നിലവിൽ ഒരു ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള അത്രയും തന്നെ സീറ്റ് ബി ജെ പിക്ക് ഉണ്ട്. അതുകൊണ്ട് തങ്ങൾക്ക് ഗവൺമെൻറ് രൂപീകരിക്കും, അതിനുള്ള ശ്രമങ്ങൾ ബി ജെ പി ആരംഭിച്ചു എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹരിയാനയിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്തരത്തിൽ ഒരു തോൽവി ഉണ്ടായത് എന്ന് പരിശോധിക്കേണ്ടതാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ, കേന്ദ്ര നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. ഏതായാലും ഹരിയാനയിലെ കോൺഗ്രസ് തോൽവിക്ക് കാരണം കോൺഗ്രസിലെ ഗ്രൂപ്പിസം തന്നെ ആണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഏതാനും മണിക്കൂറുകൾ ഹരിയാനയിൽ കോൺഗ്രസ് വോട്ടെണ്ണലിൻ്റെ ആദ്യ മണിക്കൂറുകൾ ലീഡിൽ നിന്ന കോൺഗ്രസ് ക്യാമ്പുകളിൽ ഇപ്പോൾ ആകെ മൂകതയാണ്. എന്നാൽ ഇപ്പോൾ ഹരിയാനയിൽ ബി ജെ പി അവർ അടിയന്തര യോഗം കൂടിയിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ മൂന്നാം തവണയാണ് ബി ജെ പി വീണ്ടും ഭരണത്തിലേക്ക് വരുന്നത്. ബി ജെ പി അണികളിലും ബി ജെ പി നേതാക്കളിലും തങ്ങൾ ഒരിക്കലും വീണ്ടും ഭരണത്തിലേക്ക് വരും എന്നൊരു ധാരണ പോലും ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരലിലെണ്ണാവുന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മാത്രമാണ് പങ്കെടുത്തിരുന്നത്. എന്നിട്ട് പോലും ഒരു ഭരണവിരുദ്ധ വികാരം ബി ജെ പിക്ക് ഉണ്ടാകാത്തത് ബി ജെ പി അണികളിലും ഹരിയാനയിലെ ബി ജെ പി നേതാക്കളിലും തന്നെ അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട്. കോൺഗ്രസിനകത്തെ ഗ്രൂപ്പിസവും കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ഒരു ചേർച്ചയില്ലായ്മയും മാത്രമല്ല, കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് അവർക്ക് സീറ്റ് നൽകുന്നതിൽ ഒക്കെ ഉണ്ടായ ചില പ്രശ്നങ്ങളും അവർക്ക് വോട്ട് കുറഞ്ഞതിൽ കാരണമായിട്ടും കണക്കാക്കുന്നുണ്ട്. അത് കോൺഗ്രസിന് തന്നെ വിനയായി. മറ്റൊരു വസ്തുത എടുത്തു പറയേണ്ടത്, കോൺഗ്രസിന് ലഭിച്ച വോട്ടിനേക്കാൾ പിന്നോക്ക സമുദായത്തിൻ്റെ വോട്ട് ബി ജെ പിക്ക് വളരെ അധികം ലഭിച്ചു എന്നുള്ളത് ഇപ്പോൾ ഈ ഹരിയാനയിൽ ബി ജെ പിയുടെ വിജയത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ ഒരു സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പ് കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല എന്ന് ജയറാം രമേശ് എന്ന കോൺഗ്രസ് വക്താവ്, ജയറാം രമേശ് എന്ന മുതിർന്ന നേതാവ് പറയുമ്പോഴും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ ഹരിയാനയിലെ ഈ തിരിച്ചുവരവ് അവർക്ക് ഒരു പിടിവള്ളി തന്നെ ആണ്. നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ ശരിക്കും സീറ്റ് എണ്ണം കുറഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയിൽ ലോക്സഭയിൽ ഇത്തരത്തിൽ ഹരിയാനയിലെ വിജയം ശരിക്കും ബി ജെ പി സർക്കാരിൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും കോൺഗ്രസിൻ്റെ ഹരിയാനയിലെ വീഴ്ചയിൽ സമഗ്രമായൊരു പഠനം കോൺഗ്രസ് ക്യാമ്പ്, കോൺഗ്രസ് നേതാക്കൾ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ശരിക്കും നടത്തിയില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇനി വരാനുള്ള മഹാരാഷ്ട്ര തുടങ്ങിയ ഇടങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനിയും അവർക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. നന്ദി, നമസ്കാരം.